തനിക്കെന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നല്ലോ. ചോദിക്കേ. മറ്റൊന്നുമല്ല കൈമളേട്ടാ, ക്ഷേത്രത്തിലെ ഉത്സവ ഉടവാൾ ഇന്ന് കൈമാറണം. ഈ ഉടവാള് താൽക്കാലികമായി കൈമാറുമ്പോ ചടങ്ങുകളെല്ലാം പഴയതുപോലല്ലേ? പുതിയതായി അവരൊന്നും പറയാത്ത സ്ഥിതിക്ക് ചടങ്ങുകളെല്ലാം പഴയ പോലെ തന്നെ ആയിരിക്കും. ആചാരപ്രകാരം വ്രതശുദ്ധി നേടിയ തിരുമേനിയും ഭാരവാഹികളും ഭക്തജനങ്ങളും കൂടി ഇഞ്ഞു വരും. പണ്ടൊക്കെ ആനകളെ എഴുന്നള്ളിക്കുമായിരുന്നു. ഇപ്പോ അതിനൊക്കെ കോടതി വിലക്കുണ്ട്. അവരെല്ലാം കൂടെ വരുമ്പോ നമ്മൾ ഭക്തിയാദരപൂർവം വാൾ അവർക്ക് കൈമാറണം. അത്രയുള്ളൂ ചടങ്ങ്. ഉത്സവം കഴിയുമ്പോൾ അവർ വാൾ തിരിച്ചുകൊണ്ടും തിരികെ ചെയ്യും. അച്ഛാ, ചായ. ഇതൊരു സിപ്പ് അകത്തി എന്നാലേ ചാർജ് ആവത്തുള്ളൂ. അമ്മേ. സാവിത്രി എന്തേ മോളെ, എഴുന്നേറ്റ് വന്നില്ലേ? സാവിത്രി ഇപ്പോ ഉറക്കമുണർന്നതേ ഉള്ളൂ അമ്മേ. ഹോ, ഇങ്ങനെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തി സൂര്യൻ ഉദിച്ച് നിറന്തലയ്ക്ക് വന്നാലും അവൾ എഴുന്നേക്കില്ല. ഇന്നോ ഇന്നലെ തുടങ്ങിയ ശീലമല്ല, പണ്ട് മുതലേ ഇങ്ങനെ. ഞാൻ എന്ത് തല്ലിയിട്ടുണ്ടെന്ന് അറിയാമോ? അവൾക്കിപ്പോ അങ്ങനെയുള്ള ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ രാജലക്ഷ്മി. അവൾ അച്ചമ്മയായി രാമഭദ്രനാണെങ്കിൽ സ്ഥലത്തുമില്ല. അവിടെ ഇത്ര കൂടുതൽ ഉറങ്ങിയാൽ എന്താ തെറ്റ്? വന്നിട്ടുണ്ട് മകളുടെ ന്യായീകരണ കമ്മീഷൻ. ദേ, ഇങ്ങനെ ഒറ്റൊരാളാ ലാളിച്ച് മകളെ ഇത്രയും വഷളാക്കിയത്. ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. രാത്രി വളരെ വൈകി രാമേട്ടന്റെ കോള് വന്നിട്ടുണ്ടാവും. അതാ രാവിലെ എഴുന്നേക്കാൻ ഇത്ര താമസിക്കുന്നത്. എല്ലാവരും അവളെ ന്യായീകരിച്ചോ? അതല്ലമ്മേ, ഞാനും ഇത്തിരി താമസിച്ചാ എഴുന്നേറ്റത്. അത് മോടെ മുഖത്ത് കാണാനുണ്ട്. എന്തു പറ്റി? ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയില്ലേ? ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടമ്മേ. അതിനുശേഷം ഉറക്കം വന്നില്ല. വെറുതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. നേരം വെളുക്കാറായപ്പോഴാ പിന്നൊന്ന് മയങ്ങിയത്. നീ എന്തു സ്വപ്നം മോളെ കണ്ടത്? അത് ഇന്നലെ പാതിരാവായപ്പോ